പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കെട്ടിയാടുന്ന കുറേ വേഷങ്ങളാണ് നമ്മളെന്ന് പറയുന്നത്. ആ വേഷങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയോട് നീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വ്യക്തികളും പറയുന്ന ആൻസർ അവരുടെ പേരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജോലിയായിരിക്കും, അല്ലെങ്കിൽ അവർ ഇന്ന ഫാമിലിയിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാദർ ഇതാണ്, അല്ലെങ്കിൽ ഇന്ന കമ്പനി എൻ്റെയാണ്. അതായത് ഇതൊക്കെ അവരുടെ ഐഡൻറ്റിറ്റിയാണ്. നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള ഒരു നമ്മൾ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും നിങ്ങളല്ല. നിങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളല്ല. നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങളല്ല. അതൊക്കെ ഓരോരോ സംഭവങ്ങളാണ്. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ ഐഡൻറ്റിറ്റി ആയിട്ട് മാറ്റരുത്. നിങ്ങളെ ആരും കാണാത്തപ്പോൾ നിങ്ങൾ ആരാണ്? ആരുടെയും അംഗീകാരം ആവശ്യമില്ലാത്തപ്പോൾ നീ ആരാണ്? ആരും നിന്നെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നിന്നെ സന്തോഷിപ്പിക്കാനോ ഇല്ലാത്തപ്പോൾ നീ ആരാണ്? ഒരു ഭയമില്ലാത്ത, അരക്ഷിതാവസ്ഥയില്ലാത്ത, ആരെയും ബോധിപ്പിക്കാനില്ലാത്ത ഒരു വ്യക്തി എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും. ആ പറയുന്ന സോളാണ് പലപ്പോഴും നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ഡിസൈഡ് ചെയ്യേണ്ടത് നമുക്ക് സംഭവിച്ച തെറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സാഹചര്യങ്ങളോ അല്ല. ആ നമ്മളെ കണ്ടെത്താൻ നമ്മൾ ഒരുപാട് സമയം എടുക്കാറുണ്ട്. പലപ്പോഴും അത് കണ്ടെത്തുന്നത് നമ്മളൊരു കുറച്ച് പ്രായമായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 30s, ചിലപ്പോൾ 40s, അങ്ങനെ ഒരേ ഏജ് കഴിയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്നത്. അപ്പോൾ ഒരുപാട് സമയം വൈകാതെ നിൻ്റെ ഉള്ളിലുള്ള നീ ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ താണ്ടി വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒരിക്കലും നിങ്ങൾക്കതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടി വരില്ല. അപ്പോൾ ആ പറയുന്ന വ്യക്തിയെ നിങ്ങൾ കണ്ടെത്താൻ നോക്കുക. ആ വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്നത്.